Hi everybody. Good morning. Very morning. പിന്നെ ഇപ്പോഴൊക്കെ ഒരുമിച്ച് പഠിക്കുന്നവരും കൂടെ പഠിക്കുന്നവരൊക്കെ പ്രേമിച്ച് കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രീഡം കിട്ടിയൊരു ലോകമാണ്. 90, 95 ആ ഒരു 2000-ൻ്റെ ഒക്കെ ഇടക്ക് ഒരു 1990-നും അത് കഴിഞ്ഞിട്ടുള്ളൊരു 10 വർഷത്തിനൊക്കെ ഇടയിൽ അത്രമാത്രമൊന്നും ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല. എല്ലാവരും പേടിച്ചിട്ടും വീട്ടുകാരെ പേടിച്ചിട്ടും ഒക്കെ അങ്ങനെ ജീവിക്കുന്നൊരു കാലമല്ലേ. അപ്പം നമ്മളെ കൂടെ പഠിക്കുന്നവരോടെല്ലാം നമ്മൾ ഭയങ്കര ഗ്യാപ്പൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു എന്ന്. സത്യമാണ്. പിന്നെ കഴിഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു കെയറിങ്ങും പ്രൊട്ടക്ഷനൊന്നും ഇല്ലാതെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാനും മക്കളും അല്ലേ താമസിക്കുന്നത്. അപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജോലിയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അമ്മേൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടും. എന്നും അമ്മയായിട്ട് പ്രശ്നമാണ്, വഴക്കാന്ന്, സങ്കടമാണ്. എന്നെന്തിനാ ഇങ്ങനെ ചെയ്ത്, എന്നെ എന്തിനാ കൊണ്ട് വിറ്റേന്നൊക്കെ ചോദിച്ച് എന്നും പ്രശ്നമാണ്. അതൊന്നും ഞാനിപ്പോൾ ആലോചിക്കാറില്ല. ഇടയ്ക്ക് ആലോചിക്കും. അമ്മക്ക് തീരെ വയ്യ, കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷനാവും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതാ നിങ്ങളെ മുന്നിലെത്തി. ഇപ്പോഴും ഇങ്ങനെയൊക്കെ പോകുന്നു. പ്രശ്നങ്ങൾ കൂടപ്പിറപ്പാണ്, സഹിക്കുന്നു. പക്ഷെ ഇപ്പം പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ ഒരു 4 പറമ്പപ്പുറത്ത് ഒരു ഏക്കർ എൻ്റെ അടുത്ത് വെറുതെ ഇട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു വർഷത്തേക്ക് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കോഴിക്കോട് സെറ്റിലാണ്. അപ്പം അവരെ മാമന്മാരതും എല്ലായിട്ട് ഒരേക്കർ സ്ഥലമുണ്ട്. നിറച്ച് പുല്ലാണ്, കച്ചി. അപ്പോൾ പഴയ ഒരു തറവാടും. അപ്പോൾ ആ ചേച്ചി പഴമൊക്കെ കഴിച്ച തോലൊക്കെ എടുത്ത് വെക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പശുവിനെ അവിടെ കൊണ്ട് കെട്ടും. അവർ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കും. അവരും ഒറ്റക്കാന്ന്, എന്നെ കണ്ട സംസാരിക്കും. അങ്ങനെ ഞാനല്ല, ഏച്ചിയും എല്ലാവരും പോവാറുണ്ട്. പിന്നെ അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി, ഏച്ചിയൊക്കെ. അപ്പം പിന്നെ ആ ചേച്ചി അവിടെയുണ്ട്. അവരത് ആദ്യത്തത് ഡിവോഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവർക്കും ഉണ്ട്. അവരിപ്പം നല്ല നിലയിലായിട്ട് ജീവിക്കുന്നത്. അപ്പം ഞാൻ ഈ അമ്മ രാവിലെ കറന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പശുവിനെ ആ പറമ്പിൽ കൊണ്ട് കെട്ടും. 2-3 പ്രാവശ്യം മാറ്റി കെട്ടാൻ പോകും. അപ്പോൾ രാവിലെ പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കാണ് പാല് കൊടുക്കുന്നുണ്ട്. 2 മണിക്കാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ അന്ന് സൊസൈറ്റിയാണ്, ഇന്നിപ്പോൾ എല്ലാം മിൽമ ഏറ്റെടുത്തു. അപ്പം അമ്മ ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്നറിയോ? ഒന്ന്, എനിക്ക് അവരോടുള്ള വൈരാഗ്യമുണ്ട് മനസ്സിൽ. 2, എന്ത് ഇൻസിഡൻറ്റ് വന്നാലും അപ്പം പ്രതികരിക്കണം. ഇവന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോഴുള്ള ലേഡീസ് അത്രേ പറയാനുള്ളൂ. ടോട്ടാലിറ്റി. എന്നും രാവിലെ വന്നിട്ട് ഈ ഇല്ലാത്ത കഥ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത കഥയല്ല, ഉള്ളത് തന്നെ. അങ്ങനെ ഉച്ചക്ക് അമ്മ പറയും അയച്ചിട്ട് വാങ്ങും. അമ്മ ചോറും കൂട്ടാനാക്കുന്ന തിരക്ക്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും, അങ്ങനെ എക്സെട്ര. അപ്പം ഞാനിന്ന് എൻ്റെ മോനെ പ്രഗ്നൻ്റാണ്. പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞാൽ 9 മാസമായിട്ടുണ്ട്. 19 വയസ്സ്. ഒന്നും അറിയില്ല, മന്ദബുദ്ധി. അങ്ങനെ ഞാൻ പശുവിനെ അയച്ചിട്ട് വരുന്നത്. അപ്പോൾ ഈ പശു ഗർഭിണിയുമാണ്. ഈ നല്ലോണം മേഞ്ഞ് നടന്ന് പൊട്ടാനായ വയറ്, ഒരു സുന്ദരി പശു, ഒരു നല്ല ബ്ലാക്ക്. ഓർമ്മയുണ്ട്. 2 പശുവുണ്ട്. ഒന്ന് ഇവിടെയായിരുന്നു, ഒന്ന് ആ പറമ്പിലായിരുന്നു. അപ്പം ഞാൻ അതിനെ അഴിച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ വീട്ടിലേക്കുള്ളൊരു നടത്തമുണ്ടല്ലോ, സ്വന്തം വീട്ടിലേക്ക് വരുന്നൊരു നടത്താ പശു. ഇങ്ങനെ കുലുങ്ങി നടക്കുന്ന ഗർഭിണിയാണ്. പിന്നെ ദാഹമൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വീട് ലക്ഷ്യം വെച്ചിട്ട് നടക്കുവാണ്. ഞാനും പിറകെ. നമ്മളൊന്ന് സ്പീഡായി പോവും, കാരണം ഇവർ ഓടുമെന്ന് പേടിച്ചിട്ട്. ഞാനും ഒട്ടും മോശമല്ലാണ്ട് നടക്കുവാന്ന് പശുവിൻ്റെ കൂടെ. പ്രഗ്നൻ്റാണ് ഞാനും. അപ്പോൾ
എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, പേര് ശിവൻ, ഫുൾ പേര് ശിവനല്ല. അവൻ സൈക്കിളിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ അങ്ങോട്ട് പോകുന്നു. അവനോട് അവിടെ നിർത്തി. സൈക്കിൾ ഇങ്ങനെ ഒരു കാല് ചവിട്ടിയിട്ട് നമ്മളിങ്ങനെ ഇതാക്കൂലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാലുകൊണ്ട് പശുവിൻ്റെ കയറും ഒന്ന് ചവിട്ടി നിർത്തി. ഒന്നിച്ച് പഠിച്ച ആളല്ലേ, അയൽവാസിയാണ്, ഒന്നിച്ച് പഠിച്ചതാണല്ലോ. എന്തുണ്ട്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. സുഖം തന്നെയല്ലേ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ രണ്ടാക്കും വയറ് നിറഞ്ഞിട്ടുണ്ടല്ലോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വയറ് നിറക്കുന്നത് ഇത്ര എളുപ്പമാണോ, സമയം എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ വള്ളിക്ക് കായ് കനല്ല എന്ന് പറയും. നമ്മളെ ബോഡീനെ കുറിച്ച് ബോധേഡല്ല. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ കൊണ്ട് കെട്ടിയതാണ്, പൊട്ടത്തി, രാവിലെ കൊണ്ട് കെട്ടിയതാണ്, ഇപ്പോഴല്ലേ അയക്കുന്നത്, നന്നായിട്ട് മേഞ്ഞ് നടന്നിട്ടുണ്ട് എന്ന്. ഉടനെ ഇവൻ, ഞാനിപ്പോൾ ഉണ്ടല്ല കിട്ടിയ വെട്ടും. അപ്പോൾ കിട്ടാനൊന്നുമില്ല, മുന്നിലുണ്ട്. അപ്പം ഇവൻ എന്നോട് പറയാം, ഒരു മേഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. വെരി ഷോക്കിങ്. അതെങ്ങനെയെന്നറിയാം പറഞ്ഞത്, ഒരു മേഞ്ഞ ലക്ഷണമൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഒരുമിച്ച് പഠിച്ചത്. അവനും 19 വയസ്സ്, എനിക്കും 19 വയസ്സ്. അവൻ 1-2 കല്യാണമൊക്കെ മുടങ്ങി വേറൊരു സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ പോയി ഇപ്പോൾ കല്യാണം കഴിച്ച് നന്നായിട്ട് മേഞ്ഞ് നടക്കുന്നുണ്ട്. ഇവൻ മേഞ്ഞ 2 മക്കളും ഉണ്ട് കൂടെ. ഇവന് മേഞ്ഞ് നടന്ന നല്ല 2 മക്കൾ കൂടിയുണ്ട്. ഇവൻ്റെ ഒപ്പം പാർവതിയുണ്ട്. ഇവൻ മേയാതെയാണോ ഉണ്ടായത്? ഇവൻ മേഞ്ഞിട്ടുണ്ടാക്കിയ 2 എണ്ണം കൂടിയുണ്ട്. ഒരു ഉളുപ്പില്ലാതെ ഒന്നിച്ച് പഠിച്ച ഒരാളോട് ചോദിക്കുക, നന്നായിട്ട് മേഞ്ഞിട്ടുണ്ട്, എൻ്റെ തല മുതൽ കാല് വരെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട്. അവന് മറന്നു കാണും, എനിക്ക് മറക്കൂല. ഇതൊക്കെ മനസ്സിലുണ്ടെന്ന് ഇവന്മാർ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതാണ്. റീച്ചും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഇവന്മാർക്കെല്ലാം ഞരമ്പിന് തകരാറ്, ഞരമ്പ് രോഗം. അവനൊക്കിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റേൻ്റെ മേലിരിക്കുന്നുണ്ട്. ഇവൻ മേഞ്ഞത് സ്വന്തം വീട്ടിലുമല്ല, ഇവൻ പലയിടത്തും മേഞ്ഞിട്ടുണ്ട്. എൻ്റെ കല്യാണവും മുടങ്ങിയിട്ടുണ്ട്. ഇവന് പിന്നെ മേലെ ഇവൻ്റെ പണി. എത്ര സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര സ്ഥലത്ത് മേഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ സാക്ഷാൽ പരമശിവന് മാത്രമേ അറിയൂ. കൂടെ വന്ന പാർവതിമാർക്കൊന്നും ഈ നാട്ടിലെ പരമശിവന്മാരെ കഥ അറിയില്ല. പല പാർവതിമാരും ഞെളിയുന്നത് എനിക്ക് കിട്ടിയ പരമശിവൻ പതിവ്രതനാന്ന് വെച്ചിട്ടാണ്. പാർവതിമാരെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ കൂടെ പതിവ്രതനായിട്ട് മാന്യനായിട്ട് നടിക്കുന്നവരെല്ലാം ലോക ചേപ്രകളും നന്നായിട്ട് മേഞ്ഞവരും നന്നായിട്ട് നിരങ്ങിയവരുമാണ്. ഇപ്പോഴും നിരങ്ങുന്നവരും മേയുന്നവരുമാണ്. ഉള്ളിലത് കണ്ടുകൊണ്ട് ജീവിച്ചാൽ മതി. ദൃക്സാക്ഷികളും അനുഭവിച്ചവരും നിങ്ങളെ ചുറ്റുമുണ്ട്. ഒന്നല്ല, എന്നെപ്പോലെ പലയാൾക്കും പറയാനുണ്ട്. എനിക്കൊരു ഉപാധിയില്ലാതെ, നിബന്ധനകളില്ലാതെ ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നതുകൊണ്ടും എനിക്ക് വ്യക്തിത്വമുള്ളതുകൊണ്ടും ഞാൻ ആരെയും അടിമയല്ലാത്തതുകൊണ്ടും ജീവിക്കുന്ന കാലത്ത് സത്യങ്ങൾ തുറന്ന് പറഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുന്നു. കുറേ ഭീരുക്കളായ ലേഡീസ് സഹിക്കുന്നു. പിന്നെ ഈ മേഞ്ഞ് നടന്ന വീരന്മാർ ഇപ്പോഴും മേയുന്നുണ്ട്, ഉന്നതങ്ങളിൽ ഇരുന്നും കൊണ്ട് മേയുന്നുണ്ട്, പല പേരിലും പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇപ്പം മേയുന്നവരും മുന്നേ മേഞ്ഞവരും മറ്റുള്ളവരെ മേലെ ചളിവാരി എറിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് മേഞ്ഞതെല്ലാം മറന്നുപോയി. ഭാവിയിൽ നമ്മൾ മേയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മറന്നുപോയി. പിന്നെ അഡ്രസ്സോടുകൂടി മേയുന്നവരും ഉണ്ട്, ആ അഡ്രസ്സിനെ വീട്ടിലാക്കിയിട്ട് പുറത്ത് മേയുന്നവരും ഉണ്ട്, വീട്ടിലേത് പോരാത്തതുണ്ട്. അതുകൊണ്ട്
അടിച്ചവർ മറക്കും, കൊണ്ടവർ മറക്കൂല. കേട്ടോ ശിവ? ശിവ, ശിവൻ കരുവള്ളൂരിന് സമർപ്പിക്കുന്നു ഈ വീഡിയോ. മനസ്സിൽ പകയാന്നടാ നിന്നോടെല്ലാം പകയാന്നടാ മറ്റേ മോനെ, നിന്നോടെല്ലാം പകയാന്ന്. നീ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്നുണ്ട്. പകയാന്ന് നിന്നോട്. പലയാളെ മുഖവും പിച്ച് ചീന്താൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കേൾക്കാൻ നിങ്ങൾ റെഡി ആയിക്കോ. കേട്ടോ ശിവൻ കരുവള്ളൂര്? പരസ്യമായിട്ട് അടിക്കാനും മടിയില്ലാത്തതാണ് ഞാൻ. കൂടുതൽ മേയരുത് കേട്ടോ. അധികം മേഞ്ഞാലേ വല്ല വിഷവും മെയ്യുന്നതിൻ്റെ ഇടയിൽ കടിച്ചു പോകും. മരിക്കൊന്നുമില്ല, ഊത്ത് കിടക്കും. ഉദാഹരണം നിൻ്റെ അപ്പുറത്തന്നെ ഉണ്ടല്ലോ, സൂക്ഷിച്ചോ.